മാർക്കറ്റ് പൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഷംഷീറ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ജെനുവൻ ആയിട്ടുള്ള ഒരു പ്രൊജക്ടിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇതിനു മുന്നേ ഒരുപാട് ഇതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ തന്നെ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത ആളുകളൊക്കെ 100% ഹാപ്പിയാണ്. ആ ഒരു പ്ലാറ്റ്ഫോംസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സൈബ്രോക്സ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സൈബ്രോക്സിനെ കുറിച്ച് പല ആളുകളും കേട്ട് കാണും, പല ആളുകളും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. വെറും $20 കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് സൈബ്രോക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ട്രേഡിംഗ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരേ രീതിയിൽ ഇൻകംസ് കൊടുക്കുന്ന പല പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പ്ലാറ്റ്ഫോം ഒക്കെ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ സാധാരണ ഇതിൽ പൂട്ടി പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അതിനൊക്കെ എന്താ കാരണം? അവിടെ ട്രേഡിംഗ് ആണോ നടക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഒരു അറിവില്ല. എന്നാൽ അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ട്രേഡിങ്ങിലൂടെ വരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് മാത്രം എടുത്തുകൊണ്ട് ഡെയിലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് 0.2% മുതൽ 2% വരെ പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൈബ്രോക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഏറ്റവും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ആകുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, ഏറ്റവും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ആണല്ലോ, ഇത് ഇനി എപ്പോൾ നമുക്ക് കിട്ടാനാണ്? അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരിക്കലും നമ്മൾക്ക് എത്ര കാലാവധി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു സൈബ്രോക്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ട്രേഡ് എടുക്കുന്നതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സൈറ്റിലൂടെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളെ പോലുള്ള ആളുകൾക്കൊക്കെ സമാധാനമാണ്, അല്ലേ? ട്രേഡിങ് ചെയ്യാതെ പല മണി റൊട്ടേഷനും ചെയ്തുകൊണ്ട് പല കമ്പനീസും മുന്നോട്ട് വരുന്നുണ്ട്, ട്രേഡിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ ഒരുപാട് ഫണ്ടുകൾ പോയിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ച് ട്രേഡിംഗ് തന്നെയാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുള്ള ഒരു പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ പല കാര്യങ്ങളിലും നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. കാരണം ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾക്കത് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും എന്ന് അത്രയും കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലേ? കാരണം വലിയ രീതിയിലുള്ള എമൗണ്ട് കൊടുത്ത് എന്ന് പോകും നമ്മുടെ ക്യാപിറ്റലിന് സേഫ് ആണോ എന്നൊന്നും അറിയാതെ നമ്മളൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് നമ്മൾക്ക് ട്രേഡ് ആണ് എന്നുള്ളത് 100% ഉറപ്പോടുകൂടെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചെറുതാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അത്രയും ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. സൈബ്രോക്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് നല്ലൊരു പെർസെൻറ്റേജ്, അതായത് ഒരു 13 to 18% ഉള്ളിൽ കമ്പനി മന്ത്ലി കറക്റ്റ് ആയിട്ട് റിട്ടേൺ കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും 100% ഹാപ്പിയാണ്. അത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ പേഴ്സണലായിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോംസ് പരിചയപ്പെടുത്തി നമ്മളിലൂടെ നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്ത് അവർ നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ച് പറയാറുണ്ട്, ഇതുപോലുള്ള പ്ലാറ്റ്ഫോം ആണ് വേണ്ടത്, കാരണം കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടണം, ജെന്യുവൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ചെറുതാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലൊരു റിട്ടേൺ കൊടുക്കുന്ന ഒരു കമ്പനി നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയെന്നുള്ളതിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്നുണ്ടെങ്കിലും സൈബ്രോക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. നമുക്കത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് $20 മുതലാണെന്നുണ്ടെങ്കിലും നമുക്ക് വിഡ്രോവൽ എന്ന് പറയുന്നത് വെറും $10 ഉണ്ടെന്ന് നമുക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോവൽ നമുക്ക് ഏതാനും മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ വാലറ്റിലോട്ട് എത്തുകയും ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ കമ്പനി ഏറ്റവും മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അവർക്കുള്ളത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സാധാരണക്കാരിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കമ്പനിയുടെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. കാരണം ഓൺ ബ്രോക്കറേജും കോപ്പി ട്രേഡിംഗ് ഒക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം, കോപ്പി ട്രേഡിംഗ് ഓൺ ബ്രോക്കറേജ് ഒക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് കമ്പനിക്ക് ആവശ്യമുള്ളത്. ആ ഒരു കമ്മ്യൂണിറ്റി ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ അവർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മളിലൂടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് കമ്പനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി അവർ അത്രയും നല്ല രീതിയിൽ സേഫ് ആയിട്ട് തന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മുടെ പൈസയും അവിടെ സേഫ് ആയിരിക്കും. അപ്പൊ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും അതും സേഫ് ആയിരിക്കും. ആലോചിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അല്ലെ? മുന്നോട്ടേക്കുള്ള ഒരുപാട് വലിയ വലിയ പ്ലാറ്റ്ഫോംസ് അവിടെ ആ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നമ്മൾക്കും നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കും അതിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് മാസങ്ങളൊന്നും ആയിട്ടുള്ള ജസ്റ്റ് ഒരു 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോംസ് ആണെന്നുണ്ടെങ്കിലും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത്രയും വലിയൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. 3x ആയിട്ടാണ് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിന്റെ 3 ഇരട്ടിയായിട്ടാണ് കമ്പനി റിട്ടേൺ കൊടുക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീഡിയോ കണ്ട് പല ആളുകളും ജോയിൻ ചെയ്ത് 3 ഇരട്ടിയോളം അവർ റിട്ടേൺ എടുത്തു.
അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, കുറച്ച് സമയം അവർക്ക് ഒരു സമയം മാറ്റി വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള റെഫറൽ ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി ഇൻകം ആയിട്ട് അതിൻ്റെ ഒരു വരുമാനം എന്നുള്ള രീതിയിലേക്കും അത് കിട്ടുന്നുണ്ട്. ഇതിന് പുതിയ പുതിയ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ട് ഇതിന്റെ ആപ്പ് ലോഞ്ചിങ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്തോടുകൂടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. നമ്മൾ സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളൊരാളെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്, നമ്മുടെ റെഫറലിലൂടെ ഒരാളെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രോഫിറ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾക്കും എന്ത് ചെയ്യും, അതിലൂടെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഡെയിലി ഇൻകം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈബ്രോക്സിനെ കൊണ്ടുപോകാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള ഒരു ടൈം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സൈബ്രോക്സ് എന്ന് പറയുന്നത് ഒരു ഡെയിലി ഇൻകം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വരുമാനം എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു സൈബ്രോക്സിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആരും സമയം കളയണ്ട. ഇപ്പോൾ 3 മാസം ആയിട്ടുള്ളൂ കമ്പനി ലോഞ്ച് ആയിട്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ആളുകൾ ലേറ്റ് ആക്കാതെ എത്രയും പെട്ടെന്ന് ഇവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മണി മേക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും എന്താണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.